അവർക്കായി ചിന്തിക്കുക, അവരറിയാതെ. അതെങ്ങനെയാ അവർക്കായിട്ട് അവരറിയാതെ ചിന്തിക്കുന്നത്? നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി ചിന്തിക്കുന്നവരാണ് നമ്മുടെ വെൽ വിഷേഴ്സ്. നീ ആലോചിച്ച കാര്യമില്ലേ, അത് ഞാൻ പലവട്ടം ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്ത് എനിക്കൊരാശയം തോന്നും എന്ന് പറയുന്നത് അവർക്ക് അത് സ്വന്തം ആശയമായി തോന്നാൻ സഹായിക്കും. വെറുതെ ഫ്ലാറ്റ് ആയിട്ട് എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന വാക്കിന് അർത്ഥം എന്താ? കുഴപ്പമുണ്ട് എന്നാ. എന്താ കാരണം? 53ാമത്തെ ടെക്നിക്സ് എന്താ? ഇത് നിനക്ക് മാത്രമല്ല സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഏതൊരു പ്രതിസന്ധി വിഷമസന്ധി ഉണ്ടാകുമ്പോൾ ഇത് നിന്റെ ആദ്യമായിട്ട് ലോകത്തൊരാൾക്ക് സംഭവിച്ചതല്ല. ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല. എനിക്കിങ്ങനെ വന്നല്ലോ, ഈ വിധി എനിക്ക് വന്നല്ലോ, നിനക്ക് മാത്രമല്ല. ഇതേപോലെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ വേറൊരു കാര്യം വായിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ് എന്ന് അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. പക്ഷെ നമ്മളോട് പറയും നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതാരെ പറയുന്ന അച്ഛനും അമ്മയും പറയും. വേറെ ആരോ പറയുന്നത്? കയ്യിലിരിപ്പെന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന കാര്യം കൊണ്ട്. അതെ, അത് അവർ പറയുന്നത് ആയിക്കോട്ടെ, അത് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നവരല്ലേ. ആ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതിന് പകരം ഇങ്ങനെ പറയാൻ പാടില്ല, ഇത് നിനക്ക് മാത്രമല്ല സംഭവിച്ചത്, ഇത് ലോകത്ത് ആദ്യമല്ല, ലോക ചരിത്രത്തിൽ ആദ്യമല്ല ഇങ്ങനെ സംഭവിച്ചത്. അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാം. ഇത് അവർ ഒറ്റപ്പെട്ടവരല്ല എന്ന് തോന്നൽ ഉണ്ടാക്കാൻ സഹായിക്കും. ഈ ജീവിതത്തിൽ എപ്പോഴും ഈ ആത്മഹത്യയിലേക്കൊക്കെ ആളുകൾ പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ് ഇത്. അതുകൊണ്ട് ഞാനിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് ആത്മഹത്യ ചെയ്ത് കളയാം, അങ്ങനെ ആലോചിച്ച് ആത്മഹത്യ ചെയ്തൊക്കെ പോകുന്നവരുണ്ട്, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ അല്ലാതെയും ഒറ്റപ്പെട്ട ആളുകളാണെന്ന് തോന്നുന്ന ആളുകളാണ് ഇത്തരം അപകടങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനത്തെ ആളുകളെ ഒറ്റപ്പെട്ടവരല്ല എന്ന് തോന്നാൻ സഹായിക്കും, ആശ്വസിപ്പിക്കും. ഇത് നിനക്ക് മാത്രമല്ല ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതാദ്യമല്ല. എന്നാലും നമുക്ക് പക്ഷേ ഈ ആളുകൾക്ക് ചിലപ്പോൾ അത് വിശ്വസിക്കാനൊക്കെ പ്രയാസം ഉണ്ടാവും. അവരവരുടെ പ്രശ്നങ്ങൾ വലുതായിട്ട് തോന്നും, ഒക്കെ ചെയ്യും. പക്ഷേ പ്രശ്നത്തെ നേരിടാൻ അവർക്ക് അത് ധൈര്യം നൽകും, ഒരു സപ്പോർട്ടാണ് അത്. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഞാനെങ്ങനെയാണ് ഒരു ആളുകളെ കാണുന്നത്? റോബോട്ടിക് മോഡിലാണ് ഇപ്പം ഞാൻ ആളുകളെ കാണുന്നത്. ഒരു തലച്ചോറ്, സതീഷിനൊരു തലച്ചോറ്, അനുവിൻ്റെ മോനൊരു തലച്ചോറ്, ജുബിനൊരു തലച്ചോറ്. ഈ തലച്ചോറാണ് നിയന്ത്രിക്കുന്നത്, ശരീരത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ ഓരോ റോബോട്ട്സാണ് ഈ പോകുന്നതല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പകരം അതിനേക്കാൾ വലിയ ഇൻ്റലിജൻസ് ഉള്ള റോബോട്ട്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവയുടെ ചിന്ത, കാണാനുള്ള ഭംഗിയും അതിൻ്റെ രൂപവും ഒക്കെ അങ്ങ് മറന്നേക്കൂ. വെറും ഈ യന്ത്രങ്ങൾ മാത്രം, സഞ്ചരിക്കുന്ന ബയോളജിക്കൽ യന്ത്രങ്ങൾ മാത്രം വെച്ച് നോക്കിക്കേ. ലോകത്തേക്ക് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് സമഭാവന വരും, എല്ലാവരും ഒരേപോലെ വരും നമുക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ നിനക്ക് മാത്രമല്ല ഇതെല്ലാവർക്കും സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. 54ാമത്തെ ടെക്നിക്കിലേക്ക് വരുമ്പോൾ അവർക്കായി ചിന്തിക്കുക, നമുക്ക് വേണ്ടിയല്ല, അവരറിയാതെ. അതെങ്ങനെയാണ് അവർക്കായിട്ട് അവരറിയാതെ ചിന്തിക്കുന്നത്? മാറി നിന്നുകൊണ്ട് നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി ചിന്തിക്കുന്നവരാണ് നമ്മുടെ വെൽ വിഷേഴ്സ്, അല്ലേ? നമ്മുടെ ശരിയായ സപ്പോർട്ടേഴ്സ്, ശരിയായ മണ്ട്. അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, പുള്ളി അത് ചെയ്യും. ഒരു ധൈര്യമാണ്. അതാണ് അയ്യപ്പൻ എൻ്റെ കൂടെയുണ്ട്. അയ്യപ്പനൊരു രൂപമല്ല, അയ്യപ്പൻ ഈശ്വര സങ്കല്പമാണ്. പടച്ചോൻ എൻ്റെ കൂടെയുണ്ട്, അല്ലേ? യേശു നോക്കിക്കോളും, മാതാവ് നോക്കിക്കോളും, അതിന് പടച്ചോ കാക്കും, അയ്യപ്പൻ കാക്കും, ഗുരുവായൂരപ്പൻ നോക്കിക്കോളും. അതൊക്കെ ദേവി, മാതാവ്, ദേവി, പല പല ചിന്തകൾ. അപ്പം അവർ അറിയാതെ അവർക്കായി ചിന്തിക്കുക. നിങ്ങളൊരു പുതിയ വഴി നിർദ്ദേശിക്കുമ്പോൾ, ഒരാൾക്കൊരു നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് അവരുടെ ചിന്തയുടെ തുടർച്ചയാണെന്ന് തോന്നിപ്പിക്കണം. നമ്മളൊരാളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയുണ്ട്. ഞാനൊരു മാർഗം അതിനുവേണ്ടി കണ്ടിട്ടുണ്ട്, ആ മാർഗത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ എന്നിട്ട് അവർക്കായി ചിന്തിക്കണം, നമുക്ക് വേണ്ടിയല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ചിന്താ രീതിയിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു ആശയമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട്, കണ്ടോ മുഖത്തൊരു ചിരി വന്നപ്പോൾ, നീ ആലോചിച്ച കാര്യമില്ലേ, അത് ഞാൻ പലവട്ടം ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്ത് എനിക്കൊരാശയം തോന്നി എന്ന് പറയുന്നത് അവർക്ക് അത് സ്വന്തം ആശയമായി തോന്നാൻ സഹായിക്കും. ഞാനിപ്പോൾ സ്ക്രിപ്റ്റൊക്കെ എഴുതുമ്പോൾ ഈ ഡയറക്ടർമാരുമായിട്ട് ഡിസ്കഷൻ ഇടയിൽ ഭയങ്കര ആശയ സംഘടന നടക്കുന്ന ഒരു ഏരിയയാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന നടക്കുന്നതാണ് എഴുത്തുകാർ തമ്മിലുള്ള, എഴുത്തുമായി ബന്ധപ്പെട്ട് സംവിധാനവുമായിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു ആശയം ഉണ്ടാവും. അത് കേട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ശരിയായി തോന്നി. ഇപ്പം ഞാൻ എൻ്റെ പുതിയ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, സംവിധായകൻ എം മോഹനുമായിട്ട് ചേർത്തിട്ട് ഞങ്ങളൊരു എഴുത്ത് നടന്നുകൊണ്ടിരിക്കും. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മോഹൻജി പറയും, മോഹൻജി ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, മോഹൻജി നിങ്ങൾ പറഞ്ഞ ആ ആശയത്തിനകത്ത് എനിക്ക് മറ്റൊരു കാര്യം തോന്നുമ്പോൾ അത് ശരിയായിരിക്കും, അങ്ങനെ തോന്നിയിട്ട് തന്നെ പറയാം, കൃത്യമായിട്ടല്ല പറയാം. അദ്ദേഹം റോബർട്ട്ജി നിങ്ങൾ ആലോചിക്കുന്ന കാര്യം
അതിനകത്ത് അത് പറഞ്ഞപ്പോൾ കറക്റ്റാണ്. അത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ആലോചിച്ചു. അപ്പോൾ ഒരു ചിന്തയുടെ തുടർ ചിന്ത വന്നു. എന്നെ ചിന്തിപ്പിക്കാൻ കാരണം നിങ്ങളാണ്. എന്നെ മാത്രം ഇതിനെക്കാട്ടിയും നല്ലത് അതാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ അവിടെ ഞാൻ ചെയ്തതിനെക്കാട്ടി അങ്ങനെ ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവും. അതെ അത് ശരിയല്ല. നിങ്ങളുടെ ചിന്ത ശരിയല്ലെന്നും അത് ആ ആശയം മോശമാണെന്നും ഞാനിനി വേറൊരു ആശയം പറയും. അത് അത്ര സുഖം തോന്നി. ഞാൻ വേറൊരു ഐഡിയ പറയാം എന്ന് വരുമ്പോൾ അയാൾ ഒരു ഓഫ് മോഡിലായിരിക്കും. അയാളെ നമ്മൾ പറയുന്ന അയാൾ ലിസൺ ചെയ്യില്ല. അയാൾ നമ്മളെ എതിർപ്പിന്റെ ഒരു ലൈനിലായിരിക്കും ഉള്ളിൽ അയാൾ നിൽക്കുക. അയാൾ റിജക്ഷൻ മോഡിലായിരിക്കും അയാൾ ഉണ്ടാവുക. അയാൾ ഒരു സ്റ്റിച്ചിങ് മെത്തേഡിലായിരിക്കില്ല നിൽക്കുക. നമ്മുടെ കൂടെ ആയിരിക്കില്ല. ആശയത്തോട് യോജിക്കാൻ അയാൾക്ക് പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കത് നിങ്ങളുടെ ചിന്താരീതിയിൽ തോന്നിയ ഒരു ആശയത്തിൽ നിന്ന് ഞാനൊരു ആശയം ഉണ്ടാക്കി എന്ന് പറയുന്നത് അവർക്കായി ചിന്തിക്കുക എന്നാണ്. അവർക്കായി ചിന്തിക്കുക, നമുക്കായിട്ടല്ല. അവർക്കായി ചിന്തിക്കുക. അവർ അറിയാതെ, അങ്ങനെയാണ്. അറിയാതെ അറിയാതെ പവിഴമാ തിങ്കൾ അറിയാതെ, കേട്ടില്ലേ കവിവാക്യം? ഗിരീഷ് പുത്തഞ്ചേരി. 55ാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്. ഓരോ അംഗീകാരത്തിനും പ്രത്യേകത നൽകുക. ഓരോ അംഗീകാരങ്ങളും നല്ല ജോലി എന്ന് പൊതുവായി പറയുന്നതിന് പകരം നിങ്ങൾ വളരെ ധൈര്യശാലിയായ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ കഴിവുകളെ അംഗീകരിക്കുന്നു. നീ അത് ചെയ്തതോ, നീ ഭയങ്കര ധൈര്യം, നീ ആള് ഭയങ്കര കേട്ടോ, എന്താ നിന്റെ ഒരു ധൈര്യം, നീ ആ സാധനം ചെയ്തത് ഗംഭീരായി, അടിപൊളിയായി എന്ന് പറയുന്നത് ഒന്നുകൂടെ ഉറപ്പിക്കുന്നില്ല, ഒരു ആലങ്കാരികമാവും. അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ അലങ്കാരം ചേർക്കപ്പെടുക. വെറുതെ ഫ്ലാറ്റായിട്ട് എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അവരോട് പറയും, കുഴപ്പമില്ല എന്ന വാക്കിന് അർത്ഥം എന്താ? കുഴപ്പമുണ്ട് എന്നാ. എന്താ കാരണം? കുഴപ്പം എന്നത് നെഗറ്റീവ് വേർഡാണ്. മൈൻഡ് എടുക്കുക, എപ്പോഴും നെഗറ്റീവായിട്ടുള്ള സാധനത്തിന് ആദ്യം കയറി പിടിക്കുക. കയറി പിടിക്കും. അപ്പൊ കുഴപ്പം എന്ന് പറയുന്ന സാധനത്തിന് നെഗറ്റീവ് എനർജിയാണ്, അതിന് പിടിക്കും മൈൻഡ്. കുഴപ്പമൊന്നുമില്ല, തരക്കേടില്ല, നന്നായിട്ടുണ്ട് എന്നാണ് ശരിയായ വേർഡ്. ഭയങ്കര നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയത്തെ അങ്കുരിപ്പിക്കുന്നുവെന്ന്. ഞാൻ വർക്കല ചെന്നപ്പം, ശിവേരി ചെന്നപ്പോൾ സ്വാമി ഒരു ദിവസം സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു ഭയങ്കരം എന്ന വാക്ക് എന്ന് ഉപയോഗിച്ചു. അപ്പം എന്നോട് ചോദിച്ചു, റോബിൻ, ഭയങ്കരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭയത്തെ അങ്കുരിപ്പിക്കുന്നത്. എനിക്ക് മനസ്സിലായി, ഞാൻ പെട്ടുന്നു. അപ്പം അത് നമ്മളെ ആളുകൾ പറയും, തമിഴൻ പറയുന്നതാണ് ഭയങ്കരമായ ആള് സാർ, അവിടുന്ന് ഇത് വന്നത്, ഭയങ്കര നല്ലതെന്ന് പറയും നമ്മൾ. ശരിക്കും ആ വേട് അങ്ങനെയല്ല പറയേണ്ടത്. ഭയങ്കര നല്ലതെന്നല്ല. അയ്യോ ഭയങ്കരമായി പോയിട്ടോ, ഭയങ്കര മഴ, ഭയം ജനിപ്പിക്കുന്ന മഴയാണെങ്കിൽ ഭയങ്കര മഴ തന്നെയാണ്. ഭയങ്കര ഇടിവെട്ട് ഓക്കെയാണ്. അതേസമയം ഭയങ്കര സിനിമ, നല്ല സിനിമ എന്നുള്ളവർക്ക് ഭയങ്കര സിനിമ, ഭയങ്കര ആള്, അതിന് പകരം നല്ലതെന്നാണ് പറയേണ്ടത്. അപ്പം ശരിയായ ഓരോ അംഗീകാരത്തിനും പ്രത്യേകത നൽകുക. കഴിവുകളെ വ്യക്തിപരമായി അംഗീകരിക്കുന്നു എന്ന് കാണിക്കുന്നു. അത് കൂടുതൽ ഫലപ്രദമാകും എന്നാണ് പറയുന്നത്. അത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം കുറേയും കൂടി ആഴത്തിൽ അതിനൊന്ന് സ്പെസിഫൈ ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുക എന്നുള്ളതാണ്. 56ാമത്തെ ടെക്നിക്സ്, നിങ്ങളുടെ ശ്രവണശേഷിയിലൂടെ അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശ്രവണശേഷി കേൾവി എന്ന് വെച്ചാൽ കൂടുതൽ കേൾക്കുക. ഒരാൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നത് നിങ്ങൾ അവരെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. ഇതവർക്ക് സുരക്ഷിത ബോധം നൽകും. സുരക്ഷിതത്വ ബോധം. നമ്മളൊരാളെ കേൾക്കുന്നതേ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടെ. എന്നെ കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ളത്. എന്നെ കേൾക്കാൻ ഒരാളുണ്ട് എന്ന് പറയുന്നത്, അങ്ങനെ കേൾക്കാൻ ഒരാളില്ലാത്തവർ വരും എത്ര മനുഷ്യർ ഈ ലോകത്തുണ്ടെന്ന് പറയും. നമ്മളെ കാണുന്ന വലിയ മനുഷ്യരാന്നൊക്കെ തോന്നുന്നവർ വരും ഒന്ന് കേൾക്കാനില്ലാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കുന്നവരുണ്ട്. ഒരാള് മതി കേൾക്കാൻ. അതെ, ഒരാൾ മതി, ഒറ്റൊരാൾ മതി നമ്മളെ കേൾക്കാൻ. അപ്പൊ ആ കേൾക്കാൻ നമ്മളൊക്കെ ചെയ്യുന്നത്, ഞാനീ പോയി പറയുന്നതൊക്കെ നാട്ടുകാരെ കേൾക്കാൻ വേണ്ടിയിട്ടില്ലേ? ആളുകൾ കേൾക്കണം, അതിൽ പ്രയോജനമുണ്ടാവണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അപ്പൊ നമ്മളെ കേൾക്കാൻ ആളുണ്ടാവുക എന്നത് നമ്മുടെ ശ്രവണശേഷിയുടെ അവരെ സ്നേഹിക്കുക എന്നത് നമുക്ക് മറ്റുള്ളവർക്ക് സുരക്ഷിതത്വ ബോധം നൽകും. സുരക്ഷിതത്വം നൽകുന്നതാണ്. 57ാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സ്, അവർ പോലും അറിയാത്ത കഴിവുകൾ കാണിച്ചു കൊടുക്കുക. ഭയങ്കരമായിട്ടത് ഇപ്പൊ ഞാൻ ഭയങ്കരം എന്ന് പറയുന്ന പറഞ്ഞത്, എന്നിട്ട് അറിയാതെ ഭയങ്കരം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആഴത്തിൽ ആ വീട് നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നു. അപ്പം ഇത് അവർ പോലും അറിയാത്ത കഴിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള അപരിമേയമായ കഴിവുകൾ. പതഞ്ജലി മഹർഷി പറയുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു വലിയ ആളാണെന്ന് എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും, ഒരു കാലം വരും. അപ്പം നിങ്ങൾ അറിയാത്ത നിങ്ങളുടെ കഴിവുകൾ കാണിച്ചു കൊടുക്കണം. പറഞ്ഞാൽ പോരാ. നിങ്ങൾക്ക് മറ്റൊരാളുടെ കഴിവുകളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ, നിങ്ങൾ ധാരണയുണ്ട്, അയാൾ ഇന്ന ആളെ ധാരണയുണ്ടെങ്കിൽ അത് അവരെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇതിലും മെച്ചമായ രീതിയിൽ ചെയ്യാൻ കഴിയും എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് പ്രചോദനം നൽകും. അതാണ്, ആ രീതിയിലാണ് നമ്മൾ സമീപിക്കേണ്ടത്. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ABC ചാനലിൻ്റെ ഉടമസ്ഥൻ GK ഗോവിന്ദൻകുട്ടി എന്ന പ്രിയപ്പെട്ട സുഹൃത്ത്,
അദ്ദേഹം എൻ്റെ പഴയകാല സുഹൃത്താണ്. എത്രയോ കാലങ്ങളായിട്ട് പരസ്പര ബഹുമാനം സൂക്ഷിക്കുന്ന ഒരാളാണ്. GK ഈ അടുത്ത കാലത്ത് എന്നെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോൾ എന്നോട് വിളിച്ചേട്ടാ, ചേട്ടൻ്റെ കഴിവുകൾ വേണ്ടത്ര അളവിൽ ഉപയോഗിച്ചില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഇനിയും ഒരുപാട് കഴിവുകൾ പുറത്തെടുക്കാറുണ്ട്. എൻ്റെ ഇപ്പം ഈ പറഞ്ഞ ടെക്നിക്കാണ്, ടെക്നിക്കായിട്ടല്ല, അത് ആത്മാർത്ഥമായി പറഞ്ഞതാണ്. എന്താണ്? ഞാൻ പോലും അറിയാതെ കിടക്കുന്ന എൻ്റെ കഴിവുകൾ കാണിച്ചു നൽകുക. അതെന്നെ കാണിച്ചു നൽകിയത് ഞാനിപ്പോൾ ABCയുടെ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. വാർത്തയുടെ രൂപത്തിലും ഈ ഫ്ലോറിൽ എൻ്റെ കഴിവുകൾ സജീവമായി പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വ്യത്യാസം കാണിക്കുകയാണ്. എന്നെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, മെസ്സേജുകൾ അയക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതൊക്കെ പറയുമ്പോൾ GK വിളിക്കും ആളുകൾ. അപ്പോഴൊക്കെ പറയുമ്പോൾ GK പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ഞാൻ വീണ്ടും അടിയുറച്ച് മനസ്സിലാക്കുകയാണ്. എല്ലാവരുടെ ലൈഫിലും എല്ലാ- സ്കില്ല് പുറത്തേക്ക് എടുക്കാൻ. അനുവിൻ്റെ ലൈഫിലുള്ള ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കഴിവുകൾ കണ്ടെത്തിയിട്ടുണ്ടാവല്ലോ, സിദ്ധാർത്ഥിന്റെ കഴിവുകൾ കണ്ടെത്തിയിട്ടുണ്ടാവല്ലോ, ഇവിടെയുള്ള നമ്മുടെ ജുബിന്റെ കഴിവുകൾ കണ്ടെത്തിയിട്ടുണ്ടാവല്ലോ. ഇതൊക്കെ ഒരാൾക്ക് അത് കണ്ടെത്താൻ കഴിയുമ്പോഴാണ് നമ്മൾ മറ്റൊരാളുടെ കഴിവ് കണ്ടെത്താൻ വേണ്ടി ഒരു ആളായി നിൽക്കുമ്പോഴാണ് നമുക്കതുകൊണ്ട് ഒരാൾക്ക് മനസ്സിലാക്കി. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളും ഇതേപോലുള്ള മറ്റൊരാളുടെ കഴിവുകൾ, ചുറ്റുമുള്ള ആളുകളുടെ കഴിവുകൾ, നമ്മുടെ കഴിവുകൾ നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ കഴിവ് കൂടി നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ്. അത് അവർക്ക് ഒരുപാട് പ്രചോദനം നൽകും. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇതിലും മെച്ചമായ രീതിയിൽ ചെയ്യാൻ കഴിയുന്നോ? ഇതിലും മെച്ചമായി ഇന്ന് ഞാനിപ്പോൾ ഇത് അവതരിപ്പിക്കുന്നത് ഇതിലും മെച്ചമായിട്ട് എനിക്കിപ്പോൾ നാളെ ചെയ്യാൻ കഴിഞ്ഞാൽ അതെൻ്റെ കഴിവുകൾ കണ്ടെത്തിയതിന് തെളിവായിട്ട് നിദാനമായി മാറുന്നു എന്നുള്ളൂ. 58-ാമത് എന്താണ്? അവരിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുക. ഇത് തീരാൻ പോവുകയാണ്, എപ്പോൾ തീരും എന്ന് അനുവിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അനുവിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും വിശന്നിട്ട് അനുവിനെങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. അനുവിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറുന്നത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അനുവിന് ഇത് മനസ്സിലാവും. അപ്പോൾ 58-ാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സ് എന്താണ്? അവരിലുള്ളത്. ആൾക്കാരൊക്കെ കമന്റ് ഇടട്ടെ, ഇയാളെങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വിശക്കുന്ന ആൾക്കാർ തന്നെ കൊടുക്കണ്ടേ, എന്തൊക്കെ കമന്റ് ഇടാൻ ആൾക്കാർക്ക് അവസരം കൊടുക്കണ്ടേ? അപ്പം അവരിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക മറ്റുള്ളവരിൽ. ഇത് എന്തിനാണ് എന്ന ചോദ്യത്തിന് പകരം എന്തിനാണ് ചെയ്തത്, ഇതെന്താ കാര്യം എന്ന് ചോദിക്കുന്ന പകരം ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഒരുപാട് വളർച്ചയുണ്ടാവും. നമ്മൾ കാണിച്ചു കൊടുക്കുക, അതിന് വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. അവരിലുള്ള വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം. നീ ഇത് ചെയ്താൽ നിനക്കിത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം, നീ ചെയ്യുന്നോ, ഇതൊന്ന് ചെയ്തേ. അങ്ങനെ കുട്ടികളോട് പറയുമ്പോഴാണ് കുട്ടികളൊക്കെ നല്ല മിടുക്കന്മാരായിട്ട് അമ്മമാരും അച്ഛന്മാരൊക്കെ പറഞ്ഞിട്ട് അവർ വളരുന്നത്. പ്രായം ഇങ്ങനെ പറയുന്നതിലായിരുന്നു നമുക്ക് ഇങ്ങനൊരു സ്കിൽ ഉണ്ടായിരുന്നു തന്നെ നമ്മൾ പലപ്പോഴും അറിയുന്നത്. അപ്പോൾ അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, ഉയർത്തുന്ന ഭാഷ അതിനു വേണ്ടി ഉപയോഗിക്കുക. അവരിൽ വിശ്വാസം പ്രകടിപ്പിക്കാനേ അവരെ ഉയർത്തുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഭാഷകൾ. നിനക്ക് ഒരുപാട് വളർച്ചയുണ്ടാവും, നീ ഇതൊന്ന് ചെയ്തു നോക്ക്, നീ ഇത് പഠിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാവും എന്നാണ് ഇത് പറയുന്നത്. 59-ാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്കിലേക്ക് കടക്കുമ്പോൾ അവരുടെ വിജയങ്ങൾ അവരുടേതാണെന്ന് ഓർമ്മിപ്പിക്കുക. മറ്റൊരാളുടെ വിജയം അവരുടേതാണ്. എന്റെ വിജയം അടിച്ചു മാറ്റലല്ല. ഇവിടെ രാജപ്പനില്ല, ഇവിടെ സ്ക്രിപ്റ്റ് അടിച്ചു മാറ്റുന്ന രാജപ്പനില്ല. അയാൾ കഥ എഴുതുകയാണ്. എൻ്റെ വിജയം എൻ്റേതാണ്, നിന്റെ വിജയം നിന്റേത്. നീ ഇത് അർഹിക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? നിനക്ക് അവൻ അർഹിച്ച വിജയമാണ് എന്ന് മറ്റുള്ളവരുടെ വിജയത്തെക്കുറിച്ച് നമ്മൾ പറയും. ഹി ഡിസേർവ് ഇറ്റ് എന്ന് നമ്മൾ പറയും. ഒരു തട്ടൽ നിനക്ക് അറിയിക്കുന്നു. ആ തട്ടലിൽ പോലും ഉണ്ട് മൗനം അതിശക്തമാണ്. നിങ്ങൾ സഹായിച്ച ഒരു കാര്യത്തിൽ വിജയിച്ച ശേഷം ആ വിജയം അവരുടെ സ്വന്തം പ്രയത്നത്തിന്റെ ഫലമാണെന്ന് അത് അടിച്ചെടുക്കാൻ ശ്രമിക്കരുത്. നീ പ്രയത്നിച്ചു, നിനക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. അല്ല നിങ്ങളാണ് എന്നെ സഹായിച്ചത്, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തു. ഇപ്പം ദാമോദരൻ മാസ്റ്റർ, നമ്മുടെ പ്രിയപ്പെട്ട ദാമോദരൻ മാസ്റ്റർ, പഴയകാല വലിയ സൂപ്പർ ഹൈറ്റ് ചിത്രങ്ങളുടെ എഴുത്തുകാരനാണ് ദാമോദരൻ മാസ്റ്റർ. കോഴിക്കോട്ട് ആർട്സ് കോളേജിൻ്റെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ കുട്ടികളിങ്ങനെ വരും, കുട്ടികളോട് സംസാരിക്കും ദാമോദരൻ മാസ്റ്റർ. അപ്പോൾ ആരാണ് പിന്നെ റഷ്യയിൽ വിപ്ലവം നയിച്ചത് ആരാണ് കുട്ടികളെ ചോദിക്കും മാസ്റ്റർ. അപ്പോൾ കുട്ടികൾ പറയല്ല മറ്റു കാർൾ മാർക്സ്, മറ്റൊരു ലെനിൻ, അങ്ങനെ പലരുടെയും പേര് പറയും സപ്പോർട്ട് ചെയ്ത ആൾക്ക് ആശയം കൊണ്ടും ഒക്കെ ആയിട്ട്. അല്ല, പിന്നെ ആരാണ്? ജനങ്ങളാണ് വിപ്ലവം നയിച്ചത്. സത്യമല്ലേ? ജനങ്ങളുടെ കാര്യമാണ്, ഇവരതിനെ സപ്പോർട്ട് ചെയ്തതുള്ളൂ. അപ്പം നീയാണത് ചെയ്തത്. ആ വിജയം നിന്റെ പ്രയത്നത്തിന്റെ ഫലമാണ്, ജനങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമാണെന്ന് പറയുന്ന പോലെ താങ്ക് ഗോഡ് ദാമോദരൻ മാസ്റ്റർ സ്മരിക്കുകയാണ് ഈ സമയത്ത്. ഇത് അവർക്ക് ആത്മാഭിമാനം നൽകുകയും നിങ്ങളോട് നന്ദി ഉള്ളവരാവുകയും ചെയ്യും. അനുമോദിക്കുമ്പോൾ നിനക്ക് അർഹതപ്പെട്ടാണിത്, ഈ വിജയം നിന്നെ തേടി വന്നത്, നീ ഇത് പിന്നെ ഡിസേർവ്ഡാ എന്ന് പറയുമ്പോൾ അവൻ നമ്മളോട് നന്ദിയുള്ളവരായിട്ട് അവർ മാറും എന്നതാണ്. ആത്മാഭിമാനവും ഉയരും. 60-ാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്. നിങ്ങൾ സംസാരിച്ചതിന് ശേഷം ഒരു നിമിഷം അവരെ നോക്കി നിൽക്കുക.
പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ, നമ്മൾ സംസാരിച്ച ശേഷം ചില ആൾക്കാർ ദേഷ്യപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു നോട്ടമുണ്ട് ഇങ്ങനെ. അച്ഛനും അമ്മയൊക്കെ അങ്ങനെ നോക്കി ഓർമ്മയില്ലേ, നമ്മളെ ദഹിപ്പിച്ച് കളയുന്നവരെ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. പല രൂപത്തിൽ പല ആളുകൾ, സുഹൃത്തുക്കൾ, പലയിടത്തുനിന്നും പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാവും. ഇത് പോസിറ്റീവായി കണ്ടാൽ, നിങ്ങളൊരു കാര്യം പറഞ്ഞതിന് ശേഷം ഒരു നിമിഷം അവരെ നോക്കി നിൽക്കുന്നത് അവർക്കത് മനസ്സിലാക്കാൻ സമയം നൽകും. ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഇങ്ങനെയൊക്കെ പോയിട്ട് നീ അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അവിടെ ചെല്ലുമ്പോൾ ഒരാൾ നിങ്ങളെ കാത്തിരിക്കും. അയാളോട് പറയുക, ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്, അത് കൊടുത്ത ശേഷം ഈ കത്ത് പറ്റുമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലെറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ ഈ കോഡ് കൊടുക്കുക, ഈ കാര്യം പറയുക. അപ്പോൾ അവർ നിങ്ങളെ തിരിച്ചറിയും. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് അറിയുന്ന ഓട്ടത്തിൻ്റെ അർത്ഥം. ആ പവർ പോസ് അത് കഴിഞ്ഞിട്ട് ഓക്കെ ഒന്നും ഞാൻ നോക്കുമ്പോൾ മനസ്സിലായി. അത് കൂടുതൽ ആഴത്തിൽ അവരുടെ മനസ്സിലേക്ക് കയറാൻ സമയം നൽകുന്നതാണ്. ഭയങ്കര പവർഫുൾ ആണ്. ഈ ചെറിയ നിശബ്ദത, ഒരു കുഞ്ഞു നിശബ്ദതയാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. കണ്ടോ, പറഞ്ഞതിനേക്കാൾ പ്രാധാന്യം ആ നിശബ്ദതയ്ക്കാണ്. വെറുതെ പറഞ്ഞിട്ട് പോകുന്നതിനെക്കാട്ടി പറഞ്ഞതാണ് പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് തോന്നും. നമ്മൾ ആദ്യം പറഞ്ഞത് അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യണം, ഇൻസ്ട്രക്ഷൻ വേണം, അവിടെ ചെയ്യണം, ഇവിടെ ചെയ്യണം, അവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്യണം. അവിടെ വന്നാൽ ഇടത്തേക്ക് തിരിഞ്ഞിട്ട് അവിടെ പച്ച പെയിന്റ് അടിച്ചൊരു വീട് കാണും. അത് കഴിഞ്ഞൊരു കടയുണ്ട്. ആ കട കഴിഞ്ഞിട്ട് അവിടെ പോകുമ്പോൾ അവിടെ ഒരു തേപ്പ് കടക്കാരൻ്റെ കടയുണ്ട്. വലതുവശത്തൊരു പോസ്റ്റ് കാണാം. ആ പോസ്റ്റിന് മുകളിലൊരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡ് ഇന്ന ബോർഡാണ്, പിന്നെ ഇന്ന ശീമാട്ടിയുടെ ഒരു ബോർഡാണ്. കഷ്ടകാലത്തിന് അവിടെ ചെല്ലുമ്പോൾ ശീമാട്ടിയുടെ ബോർഡ് അവിടെ ഉണ്ടാവില്ല, അടുത്ത് മാറ്റിയിട്ടും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് അകത്ത് കയറുമ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലമായി എന്ന് പറഞ്ഞിട്ട് ഓക്കെ, ഞാൻ പറഞ്ഞ് മനസ്സിലായി. ഒരു നിശബ്ദത. ഫോണിൽ കൂടെ ആണെങ്കിൽ അങ്ങനെ, ഒറ്റടുത്താണെങ്കിൽ അങ്ങനെ, നേരിട്ടാണെങ്കിൽ ആ നിശബ്ദതയിൽ അവന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ആ നിശബ്ദതയിൽ അവന് പ്രാധാന്യം മനസ്സിലാവും. പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടക്ക് അവസാനിപ്പിച്ചാൽ അതിന് പ്രാധാന്യം മനസ്സിലാവുക. വീണ്ടും ചോദിക്കും, എന്തൊക്കെയോ പറഞ്ഞു, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകൾ. ഈ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകൾക്ക് ഒരു കമന്റ് വരാൻ സാധ്യത കേട്ടോ. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകൾ എന്നാണ് ഇതിലൊരു കമന്റ് വന്നേക്കാം. ഞാനിതൊക്കെ ഇങ്ങനെ രസകരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡേവിഡ് മൂറിൻ്റെ ഈ പുസ്തകം മാനിപ്പുലേഷൻ ടെക്നിക്സുകൾ ഇനി നമുക്ക് 60 എണ്ണത്തിൽ ബാക്കി, ഇനി 41 കൂടെ ബാക്കിയുണ്ട്. 2 ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ഇനി ഇതിനെ അവതരിപ്പിക്കുക. ഈ 41 ടെക്നിക്കുകൾ കഴിയുമ്പോൾ 101 ടെക്നിക്സ്. ആ ടെക്നിക്സ് നമ്മൾ പഠിച്ചെടുത്താൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലൂടെയും നമുക്ക് വളരാനുള്ള ഒരു വഴി തുറന്നു കിട്ടും. പഠിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നമുക്ക് ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ വളർച്ചയുടെ പാതയിലേക്ക് തിരിക്കുക. മറ്റുള്ളവർ ഞാനൊരു വലിയ ആൾ, ഞാനൊരു വലിയ പുള്ളി എന്ന് വിചാരിക്കുന്നതിന് പകരം എനിക്കതൊക്കെ അറിയാനും ഒക്കെ ആഗ്രഹമുണ്ട്. ഞാൻ വലിയ ആളൊന്നുമല്ല, ഞാനൊരു ചെറിയ മനുഷ്യൻ എന്ന ഒരു രീതിയിൽ നമുക്ക് പോകാൻ കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു അരികെ പറ്റി ആളുകളേക്ക് ഇങ്ങനെ സഹായിച്ച് നമുക്ക് പോകാനുള്ള അവസരമൊക്കെ ഈശ്വരൻ നമുക്ക് നൽകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും.